ഹായ്, ഞാൻ നെജി. അസ്സലാമലൈക്കും. അപ്പോൾ നമ്മുടെ ഡാൻസിങ് ഗേൾ ഓർക്കിഡ് ഇതുപോലെ ബുഷിയായിട്ടുണ്ടാവാനും ചട്ടി നിറയെ തൈകൾ ഉണ്ടാവാനും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിവളം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഈ വീഡിയോയിൽ ഞാൻ അടിവളം എങ്ങനെ ചേർക്കുന്നതും നമ്മളടുത്ത് എന്താ അവൈലബിൾ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ വെച്ചിട്ട് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് അടിവളം കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. ഓർക്കിഡ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ അധികം ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ്സ് ഫീഡ്ബാക്കായിട്ട് അറിയിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡാൻസിങ് ഗേൾ ഓർക്കിഡൊക്കെ കണ്ടോ, ഞാനിത് വെച്ചിട്ട് ഒരു 6 മാസമേ ആയിട്ടുള്ളൂ. ചട്ടി നിറയെ തൈകളാണ്. ഉണ്ടായ തൈകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും പിന്നെ അതുപോലെ നല്ല ബുഷിയായിട്ടും ഏരിയൽ റൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പം നമുക്ക് ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ ഡാൻസിങ് ഗേൾ ഓർക്കിഡ് അറിയാലോ, ഇതിനൊരു സൂഡോ ബൾബ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല വെയിലും പിന്നെ അതുപോലെ ആവശ്യത്തിന് നല്ല വെള്ളവും വേണ്ട ചെടിയാണ്. ഈ സൂഡോ ബൾബിലാണ് അതിന് വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. നല്ല യെല്ലോ കളർ ഫ്ലവേഴ്സാണ്. അപ്പോൾ അതിലൊക്കെ നിറയെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെ നമുക്കൊരു 10-25 തൈകളുണ്ടാവും. അത്രയും ബുഷിയായിട്ടാണ് ഒരു ചട്ടിയിൽ നമുക്ക് തൈകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ചേർക്കാൻ പറ്റിയിട്ടുള്ള അടിവളം എങ്ങനെയാണെന്നുള്ളതും നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ തന്നെ അടിവളമൊക്കെ ചേർത്ത് ഡാൻസിങ് ഗേൾ ഓർക്കിഡ് പോട്ട് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നല്ല റെസ്പോൺസ് ആയിരുന്നു. ആ ഒരു വീഡിയോ ഒക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ആ വീഡിയോ കയറി കണ്ട് നിങ്ങൾ ഡാൻസിങ് ഗേൾ ഓർക്കിഡും ഇതുപോലെ ബുഷിയായിട്ട് വളർത്താനുള്ള ടിപ്സൊക്കെ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ട് കണ്ടോ, ഇതൊരു ക്ലേ പോട്ടിൽ ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെടിയാണ്. ഇതിൽ നിറയെ ഇങ്ങനെ ചെടികൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ ചെടി കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു 6 മാസമായി വെച്ചിട്ടുള്ള ചെടികളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ചെടിയിൽ നമ്മൾ ഓരോ സൂഡോ ബൾബ് എടുത്തിട്ട് പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 months ആയിട്ടുള്ളൂ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ട് വേര് വന്നിട്ടുള്ള സ്റ്റേജ് എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇതിന് നമുക്ക് അടിവളമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് അറിയാമല്ലോ, നമ്മൾ സ്പ്രേ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാറുള്ളത്, അടിവളമായിട്ട് കൊടുക്കാറില്ല. പക്ഷെ നമ്മുടെ ഡാൻസിങ് ഗേൾ ഓർക്കിഡിന് നമുക്ക് അടിവളം കൊടുക്കാം. ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ആട്ടുംകാട്ടും പിന്നെ അതുപോലെ കോഴിക്കാട്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിങ്ങിൻ്റെ പൗഡറാണ്. അപ്പോൾ നല്ല ഒന്ന് ഉണക്കിയ പൊടികളാണ്. പിന്നെ അതുപോലെ ചാർക്കോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് ഒരു കൈ പൗഡർ എടുത്തിട്ട്, ഇപ്പോൾ ഈ ഒരു വളത്തിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതൊരു കൈ എടുത്തിട്ട് നമ്മൾ ആ ഒരു പോട്ടിൻ്റെ ഈ ചെടിയുടെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഒരു കയ്യിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു ചട്ടിക്ക് ഒരു കൈ എടുത്തിട്ട് ആ ചെടിയുടെ ചുറ്റുപുറം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ശേഷമായിട്ട് നമുക്ക് ആ ചാർക്കോൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊടുത്തിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഡാൻസിങ് ഗേൾ ഓർക്കിഡിന് നല്ല വേരൊക്കെ വന്ന് നല്ല പിടിച്ചിട്ടുള്ള ചെടിക്കാട്ടോ ഞാൻ പറയുന്നത്. ഇതേപോലെ നമുക്ക് ഓരോ മാസം ഓരോ പിടി ഇതേപോലെയുള്ള പൗഡർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചാർക്കോളും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെടിയൊന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ചട്ടി നിറയെ തൈകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉണ്ടായ ചെടിയിലൊക്കെ തന്നെ നല്ല ബുഷിയായിട്ട് പ്ലാന്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ അതുപോലെ നിറയെ പൂക്കളും ഒരുപാട് തൈകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിട്ടും ചെയ്യും കേട്ടോ. നല്ല ഏരിയൽ റൂട്ടൊക്കെ വന്ന് ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മാസത്തിൽ ഒരു വട്ടം ഇതേപോലെ നമ്മളെടുത്ത് എന്താ അപ്പം അവൈലബിൾ എന്ന് വെച്ചാൽ ചാണകപ്പൊടിയോ ആട്ടുംകാട്ടോ അതേപോലെ കോഴിക്കാട്ടോ അതൊക്കെ ഒരു കൈ എടുക്കുക, നമ്മളെ ചട്ടിയുടെ ചുറ്റുപുറം ഒന്നും ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് തന്നെ നമ്മൾ കുറച്ച് ചാർക്കോളും കൂടി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര പണിയൊന്നുമില്ല. നല്ല വെള്ളം രാവിലെയും വൈകിട്ടൊക്കെ ഈ ഒരു ചൂടിൽ ടൈമിൽ നനച്ച് കൊടുക്കാം. ഇതുണ്ടോ ഒരു സൂഡോ ബൾബൊക്കെ കണ്ടോ, ഈ ഒരു സൂഡോയിലാണ് വെള്ളം അത് സ്റ്റോർ ചെയ്ത് വെച്ച് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും. ആ ചെടിക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ അതിൽ എടുത്തിട്ട് ബാക്കി അത് ആ ഒരു സൂഡോ ബൾബിൽ സ്റ്റോർ ചെയ്ത് വെക്കും. വെള്ളമൊക്കെ കുറഞ്ഞ ചെടിയാണെങ്കിൽ നമുക്ക് ചെടി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ സൂഡോ ബൾബൊക്കെ ഇങ്ങനെ ചുളിഞ്ഞിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഡെൻഡ്രോബിയത്തിൻ്റെ നിയർ ബ്ലൂമിങ് ആയിട്ടുള്ള സീഡിങ്സ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് സീഡിങ്സ് ഇപ്പോഴും ഉണ്ടോ, കോംബോ ആയിട്ട് കൊടുക്കണുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നോൽമ്പും പിന്നെ അതുപോലെ തന്നെ ചൂടൊക്കെ ആയിട്ട്
കുറച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. 25 കളേഴ്സ് പ്ലാന്റാണ് നമ്മളടുത്ത് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ഉള്ളത്. നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടികളാണ്. നമുക്ക് ഏകദേശം അധികത്തിലും നമുക്ക് ബഡ്ഡിങ് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കോംബോ സെറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഒരു കോംബോക്ക് 1300 രൂപയും 100 രൂപ കൊറിയർ ചാർജും ആൾ ഓവർ ഇന്ത്യ നമ്മൾ അങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു പ്ലാന്റ് ഫ്രീ വെച്ചിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊറിയർ പ്രൊഫഷണൽ കൊറിയറും പിന്നെ അതുപോലെ പോസ്റ്റൽ കൊറിയറാണ്. അപ്പോൾ അതേതാ വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. Bye.